ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ടിപ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ സിലബസ് പ്രകാരമുള്ള 8ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റാണ്. യൂണിറ്റ് 1 ബോൺസ് ഓഫ് ലൈഫ്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററായ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന പാഠഭാഗത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ എഴുതി വിശദീകരിച്ചതും അതുപോലെ അതിലെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. എ ലോങ് വാക്ക് അല്ലെ, ഒരു നീണ്ട നടത്തം അല്ലെ, വാക്ക് വിത്ത് ഗ്രാനി, മുത്തശ്ശിയോടൊപ്പം ഒരു നീണ്ട നടത്തം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? മുത്തശ്ശിയും ഒരു മകനും അല്ലെ, അതിൻ്റെ കൊച്ചുമകനും അല്ലെ, ഗ്രാൻഡ് സണ്ണും തമ്മിലുള്ള റിലേഷനും അവരുടെ ഒരു കഥയാണ്. ഗ്രാനി കുഡ് ഹിയർ ദി ഡിസ്റ്റൻറ്റ് റോർ ഓഫ് ദി റിവർ ആൻഡ് സ്മെൽ ദി പൈൻ നീഡിൽസ് ആൻഡ് ഫീൽ ദി പ്രസൻസ് ഓഫ് ഹെർ ഗ്രാൻഡ് സൺ മണി. ഗ്രാനിക്ക് എന്തൊക്കെ അറിയാൻ സാധിക്കും? ഗ്രാനി കുഡ് ഹിയർ, ഗ്രാനിക്ക് എന്ത് കേൾക്കാൻ സാധിക്കും? ദി ഡിസ്റ്റൻറ്റ് റോർ ഓഫ് ദി റിവർ, റിവറിൻ്റെ നദിയുടെ ആ റോർ, ആ മുഴക്കം, ഇരുമ്പൽ ശബ്ദം കേൾക്കാൻ സാധിക്കും. ആൻഡ് സ്മെൽ ദി പൈൻ നീഡിൽസ് അല്ലെ, പൈൻ മരങ്ങളെ സ്മെല്ല് ചെയ്യാൻ, മണക്കാൻ സാധിക്കും. ആൻഡ് ഫീൽ ദി പ്രസൻസ് ഓഫ് ഹെർ ഗ്രാൻഡ് സൺ മണി, ഗ്രാൻഡ് സൺ അല്ലെ, അവളുടെ ഗ്രാൻഡ് സൺ അല്ലെ, പേരക്കുട്ടിയായ മണിയുടെ പ്രസൻസ്, സാന്നിധ്യം അല്ലെ, ആ പ്രസൻസ് ഫീൽ ചെയ്യാനും അനുഭവിക്കാനും അവൾക്ക് സാധിക്കും. ഷീ കുഡ് നോട്ട് സീ ദി റിവർ ഓർ ദി ട്രീസ്, പക്ഷേ അവൾക്ക് എന്ത് കാണാൻ കഴിയില്ല? കുഡ് നോട്ട് സീ ദി റിവർ അല്ലെ, റിവർ ആ നദിയെ കാണാനോ ആ ട്രീസിലെ മരങ്ങളെ കാണാനോ സാധിക്കില്ല. ഷീ കുഡ് ഓൺലി മേക്ക് ഔട്ട് മണീസ് ഫസി ഹെയർ ആൻഡ് സംടൈംസ് ഹിസ് ബ്ലാക്ക്ബെറി ഐസ് ആൻഡ് ദി ഗ്ലീം ഓഫ് ഹിസ് ടീത്ത് വെൻ ഹി സ്മൈൽഡ്. ഷീ കുഡ് ഓൺലി മേക്ക് ഔട്ട് മണീസ് ഫസി ഹെയർ അല്ലെ, മണിയുടെ ഫസി ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള മുടിയും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ സംടൈംസ് ഹിസ് ബ്ലാക്ക്ബെറി ഐസ്, കറുത്ത കണ്ണുകളും, ആൻഡ് ദി ഗ്ലീം ഓഫ് ഹിസ് ടീത്ത് അല്ലെ, പല്ലിൻ്റെ തിളക്കം, ഗ്ലീം മീൻസ് തിളക്കം, വെൻ ഹി സ്മൈൽഡ് അല്ലെ, പുഞ്ചിരിക്കുമ്പോഴുള്ള ആ പല്ലിൻ്റെ തിളക്കവും മുടിയും അതുപോലെ കണ്ണുകളൊക്കെ ചില സമയത്ത് കാണാൻ സാധിക്കുകയുള്ളൂ. ഇതുകൊണ്ട് എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? അല്ലെ, ഗ്രാനിക്ക് കാഴ്ചശക്തി കുറവാണ് എന്നാണ് അല്ലെ, ഒക്കെ അവ്യക്തമായിട്ട് അവിടെ ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. ഗ്രാനി വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്. ഗ്രാനി മുത്തശ്ശി ഒരു ജോഡി പഴയ കണ്ണട ധരിച്ചിരുന്നു അല്ലെ, വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്, പഴയ കണ്ണട ധരിച്ചിരുന്നു. ഷി ഹാഡ് ബീൻ വിയറിംഗ് ദം ഫോർ വെൽ ഓവർ 10 years അല്ലെ, 10 വർഷം, 10 years ആയിട്ട് വിയർ ചെയ്യുന്ന കണ്ണടയാണ്. ഹെർ ഐസ് ഹാഡ് ഗ്രോൺ സ്റ്റെഡ്ലി വീക്കർ ആൻഡ് ദി ഗ്ലാസസ് വെർ നൗ സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡ്. അവളുടെ കണ്ണുകൾ ഐസ് ഹാഡ് ഗ്രോൺ സ്റ്റെഡ്ലി വീക്കർ അല്ലെ, വീക്കായിട്ട് ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ദി ഗ്ലാസസ് വെർ നൗ സ്ക്രാച്ചഡ്, അതിൻ്റെ ഗ്ലാസ്സൊക്കെ സ്ക്രാച്ച് വീണിട്ടുണ്ട്, വരകൾ വീണിട്ടുണ്ട്. ആൻഡ് സ്പോട്ടഡ് അല്ലെ, കുത്തുകളും വരകളും ഒക്കെ വീണ് കേടായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ദർ വാസ് വെരി ലിറ്റിൽ ഷീ കുഡ് സീ ത്രൂ ദം അല്ലെ, അതിലൂടെ കണ്ണടയിലൂടെ കാണാൻ സാധിക്കുന്നത് വളരെ കുറവാണല്ലേ, വെരി ലിറ്റിൽ, അതുകൊണ്ടാണ് അവ്യക്തമായിട്ട് കുറച്ചൊക്കെ കാണാൻ കഴിയുന്നത് അല്ലെ. അവളുടെ കണ്ണട അത്രക്കും പഴക്കം ചെന്നതാണ്, അതുപോലെ സ്ക്രാച്ചസും സ്പോട്സും ഒക്കെ വന്നിട്ടുണ്ട്. Mani and his father felt that it was high time Granny had her eye tested and got herself new glasses. മണിക്കും അവൻ്റെ അച്ഛനും അല്ലേ, ഹിസ് ഫാദർ ഫെൽറ്റ് ദാറ്റ്, എന്ത് മനസ്സിലായി? ഇറ്റ് വാസ് ഹൈ ടൈം അല്ലേ, കുറേ കാലമായി ഗ്രാനിയുടെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് അല്ലേ, പരിശോധിച്ചിട്ടെന്നും അവർക്ക് പുതിയൊരു ഗ്ലാസ് അല്ലേ, ന്യൂ ഗ്ലാസ് വാങ്ങാനുള്ള സമയമായെന്നും അവർക്ക് മനസ്സിലായി. വെൽ യു നോ വി കാൺ ഗെറ്റ് ദം ഇൻ ദി വില്ലേജ് സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി എന്ത് പറഞ്ഞു? നിങ്ങൾക്കറിയാം അല്ലേ, വെൽ യു നോ, നിങ്ങൾക്ക് എന്തറിയാം? വി കാൺ ഗെറ്റ് ദം ഇൻ ദി വില്ലേജ്, നമ്മുടെ ഈ ഗ്രാമത്തിൽ, ഈ വില്ലേജിൽ ആ സൗകര്യങ്ങളൊന്നും കിട്ടില്ല അല്ലേ, കാൺ ഗെറ്റ് അല്ലേ, കണ്ണ് പരിശോധിക്കാനൊന്നും കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ മണി എന്ത് പറഞ്ഞു? മണി സെഡ് യു വിൽ ഹാവ് ടു ഗോ ടു ദി ഐ ഹോസ്പിറ്റൽ ഇൻ മസൂരി, ദാറ്റ്സ് ദി നിയറസ്റ്റ് ടൗൺ. നിങ്ങൾ എന്തായാലും എന്താണ്, മസൂരിയിലുള്ള കണ്ണാശുപത്രി, ഐ ഹോസ്പിറ്റലിൽ പോകണം അല്ലേ, അതാണ് നമ്മുടെ അടുത്തുള്ള ടൗൺ, നിയറസ്റ്റ് ടൗൺ അതാണ്. ബട്ട് ദാറ്റ്സ് എ 2-day ജേണി പ്രൊട്ടസ്റ്റഡ് ഗ്രാനി. ഗ്രാനി എതിർത്തുകൊണ്ട്, പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് പറഞ്ഞു? പക്ഷേ അതൊരു 2-day ജേണിയാണ്, 2 ദിവസത്തെ യാത്രയാണ്. ഗ്രാനി വാസ് ലുക്കിംഗ് ഫോർ എക്സ്ക്യൂസസ്. മുത്തശ്ശി ഒഴിവ് കഴിവുകൾ തേടുകയായിരുന്നു അല്ലേ, ഒരു എക്സ്ക്യൂസ് അല്ലേ, ഒരു എക്സ്ക്യൂസ് നോക്കുകയായിരുന്നു. ഷീ ഡിഡ് നോട്ട് വാണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി. മണിയെ പിരിയാൻ അവൾ എന്താണ്, ആഗ്രഹിച്ചിരുന്നില്ല അല്ലേ. ഷീ ഡിഡ് നോട്ട് വാണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി, മണിയെ പിരിഞ്ഞിരിക്കാൻ, അവളിൽ നിന്ന് അകലാൻ അവൾക്ക് ആഗ്രഹമില്ലായിരുന്നു. ഹി വാസ് 11 ആൻഡ് ക്വിറ്റ് capable ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ഹിംസെൽഫ്. അവന് 11 വയസ്സുള്ളവനും സ്വയം നോക്കാൻ കഴിവുള്ളവനുമായിരുന്നു അല്ലെ, ഹിംസെൽഫ്, അവനെ തന്നെ നോക്കാൻ കഴിയുന്ന വലിയ 11 വയസ്സായ കുട്ടിയായിരുന്നു. എന്നാലും മണിയെ പിരിഞ്ഞിരിക്കാൻ മുത്തശ്ശിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് ഗ്രാനി ഹാഡ് ബോട്ട് ഹിം അപ്പ് എവർ സിൻസ് ഹിസ് മദർ ഹാഡ് ഡൈഡ് വെൻ ഹി വാസ് ഓൺലി എ ഇയർ ഓൾഡ്. പക്ഷേ ഗ്രാനിയാണ് അവനെ വളർത്തിയത്. എപ്പോൾ മുതൽ? സിൻസ് ഹിസ് മദർ ഹാഡ് ഡൈഡ് അല്ലേ, അമ്മ മരിച്ചത് മുതൽ. അവന് 1 വയസ്സുള്ളപ്പോൾ, വെൻ ഹി വാസ് ഓൺലി എ ഇയർ ഓൾഡ് അല്ലേ, 1 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചത് മുതൽ ഗ്രാനിയാണ്, മുത്തശ്ശിയാണ് അവനെ വളർത്തി വലുതാക്കിയത്. ഷീ വാസ് ഹിസ് നാനി, അവൾ അവൻ്റെ നാനി ആയിരുന്നു. നാനി മീൻസ് മെറ്റേണൽ ഗ്രാൻഡ് മദർ, അമ്മയുടെ മുത്തശ്ശി അല്ലേ, അമ്മയുടെ അമ്മയാണ് മെറ്റേണൽ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത്. പെറ്റേണൽ ആണെങ്കിൽ അച്ഛൻ്റെ അമ്മയ്ക്കാണ് പറയുന്നത്.
and had cared for boy and father and the cows and hens in the household with great energy and devotion. ഡിവോഷൻ മീൻസ് ഭക്തിയിലെ വളരെ ഭക്തിയോടുകൂടി. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അടുപ്പം എന്നുള്ള മീനിങ് ആണ് വരുന്നത് അല്ലേ. വളരെ അടുപ്പത്തോടെയും എനർജിയിലെ ഗ്രേറ്റ് എനർജി, നല്ല എനർജിയിലും നല്ല അടുപ്പത്തിലുമായിരുന്നു ആരോടൊക്കെ അല്ലേ? അവൻ്റെ അച്ഛനോടും അല്ലെ മകനോടും അതുപോലെ പശുക്കളോടും കോഴിക്കളോടും അല്ലെ വീട്ടിലുള്ള എല്ലാവരോടും നല്ല അടുപ്പത്തിൽ നല്ല എനർജറ്റിക് ആയിട്ടുമായിരുന്നു ഗ്രാനി നിന്നിരുന്നത്. ഐ ക്യാൻ മാനേജ് ക്വൈറ്റ് വെൽ ഷീ സെഡ് അല്ലേ. അപ്പം മുത്തശ്ശി എന്താണ് പറയുന്നത്? എനിക്കിതൊക്കെ മാനേജ് ചെയ്യാൻ സാധിക്കും അല്ലേ, ഇതൊക്കെ എന്നെ കൊണ്ട് സാധിക്കുന്നതാണ്. നൗ ലിസൺ സെഡ് മണീസ് ഫാദർ സ്റ്റേൺലി. സ്റ്റേൺലി മീൻസ് കർക്കശമായി അല്ലേ, നല്ല കർക്കശമായിട്ടില്ലേ, നല്ല സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണ് മണിയുടെ അച്ഛൻ. എന്ത്? നൗ ലിസൺ, ശ്രദ്ധിക്കൂലേ, ഞാൻ പറയുന്നത് അത് കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റേൺലി ആയിട്ട് അച്ഛൻ പറയുന്നത് എന്താണ്? വി ആർ നോട്ട് സെൻഡിങ് യു ഓഫ് ഓൺ യുവർ ഓൺ അല്ലേ, ഞങ്ങൾ നിങ്ങളെ തനിച്ചല്ല വിടുന്നത്. ഐ വിൽ ടേക്ക് യു ടു മസൂരി, ഞാൻ നിങ്ങളെ മസൂരിയിലേക്ക് എത്തിക്കാം അല്ലേ. ഐ വിൽ ടേക്ക് യു ആൻഡ് ലീവ് മണി ഹിയർ ബൈ ഹിംസെൽഫ്. ഹൗ കുഡ് യു ഈവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്? അപ്പോൾ നീ മണിയെ ഇവിടെ ഒറ്റക്കാക്കി പോവുകയാണോ അല്ലേ? മണിയെ അങ്ങനെ ചിന്തിക്കാൻ വരെ നിനക്ക് എങ്ങനെ കഴിയുന്നു അല്ലേ? ഈവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്, അങ്ങനെ ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു അല്ലേ? മണിയെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ടാണ് പോകുന്നത്. ദെൻ ഐ വിൽ ടേക്ക് യു ടു മസൂരി സെഡ് മണി ഈഗേർലി. മണി പെട്ടെന്ന് ലീഗേളായിട്ട് എന്ത് പറഞ്ഞു? എന്നാൽ ഞാൻ നിങ്ങളെ മസൂരിയിലേക്ക് കൊണ്ടുപോകാം അല്ലേ. ഐ വിൽ ടേക്ക് യു ടു മസൂരി. ഐ ഹാവ് ബീൻ ടു മസൂരി ബിഫോർ, ഞാൻ ഇതിന് മുന്നേ മസൂരിയിലേക്ക് പോയിട്ടുണ്ട്. വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സിൽ, എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സിൻ്റെ കൂടെ. ഐ നോ വേർ വി ക്യാൻ സ്റ്റേ, എനിക്കറിയാം നമുക്ക് എവിടെ നിൽക്കണമെന്ന്, സ്റ്റേ ചെയ്യേണ്ടത് എവിടെയാണെന്ന് എനിക്കറിയാം. ഐ നോ. ഹി പോസ്ഡ് എ മൂമെൻറ്റ് ആൻഡ് ലുക്ക്ഡ് ഡൗട്ട്ഫുള്ളി ഫ്രം ഹിസ് ഫാദർ ടു ഹിസ് ഗ്രാൻഡ് മദർ. ഹി പോസ്ഡ് എ മൂമെൻറ്റിലെ ഒരു മൂമെൻറ്റ്, ഒരു പക്ഷേ പോസ് ചെയ്തു അല്ലേ, സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് ലുക്ക്ഡ് ഡൗട്ട്ഫുള്ളി ഫ്രം ഹിസ് ഫാദർ ടു ഹിസ് ഗ്രാൻഡ് മദർ അല്ലേ, ഒരു ഡൗട്ടായിട്ടില്ലേ, ഒരു കൺഫ്യൂഷനിൽ അച്ഛനിൽ നിന്നും ഗ്രാൻഡ് മദറിലേക്ക് നോക്കിയില്ലേ, അച്ഛനും ഗ്രാൻഡ് മദർ കൺഫ്യൂഷനിലൂടെ നോക്കിയില്ലേ. യു വുഡ് നോട്ട് ബി ഏബിൾ ടു വാക്ക് അല്ലേ, നിങ്ങൾക്ക് എന്താണ് നടക്കാൻ സാധിക്കില്ല അല്ലേ. 9ലേക്കുള്ള എല്ലാ വൈയിലയുടെയും വേലയുടെയും നിങ്ങൾക്ക് നടക്കാൻ സാധിക്കില്ല, വാക്ക് ചെയ്യാൻ കഴിയില്ല. വുഡ് യു ഗ്രാനി, നിങ്ങൾക്ക് കഴിയുമോ? ഓഫ് കോഴ്സ് ഐ ക്യാൻ വാക്ക് സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി എന്ത് പറഞ്ഞു? ഓഫ് കോഴ്സ്, എനിക്ക് തീർച്ചയായും നടക്കാൻ സാധിക്കും. ഐ മേ ബി ഗോയിങ് ബ്ലൈൻഡ് അല്ലേ, എൻ്റെ കാഴ്ച ബ്ലൈൻഡ് ആയിട്ടില്ലേ, ഞാൻ അന്ധയായിക്കൊണ്ടിരിക്കാം. ബട്ട് ദേഴ്സ് നത്തിങ് റോങ് വിത്ത് മൈ ലെഗ്സ്, പക്ഷേ എൻ്റെ കാലുകൾക്കൊരു പ്രശ്നവുമില്ല അല്ലേ, നത്തിങ് റോങ്, ഒരു പ്രശ്നവുമില്ല. ബട്ട് യു ആർ 70 ഗ്രാനി, എന്നാൽ നിങ്ങൾക്ക് എന്താണ് 70 വയസ്സായിട്ടുണ്ട് അല്ലേ, 70 ആയിട്ടുണ്ട്. വാട്ട് ഹാസ് ദാറ്റ് ഗോട്ട് ടു ഡു വിത്ത് ഇറ്റ് അല്ലേ, അതും ഇതുമായിട്ട് എന്താണ് ബന്ധം അല്ലേ, അതുമായിട്ട് എന്ത് ബന്ധം? ആൻഡ് ബിസൈഡ്സ് ഇറ്റ്സ് ഡൗൺ ഹിൽ ടു നെയിൽ ആൻഡ് അപ്പ് ഹിൽ കമ്മിങ് ബാക്ക്. അപ്പ് ഹിൽ ഈസ് ഈസിയർ സെഡ് ഗ്രാനി. നെയിനിലേക്ക് ഡൗൺ ഹില്ലില്ലേ, താഴോട്ടുള്ള കുത്തനെയുള്ള ഇറക്കവും അപ്പ് ഹില്ല് മുകളിലേക്കുള്ള കയറ്റമൊക്കെയാണ് ഉള്ളത്. അതെന്താണ്? അപ്പ് ഹില്ല് ഈസിയർ ആണല്ലേ, മുകളിലേക്ക് കയറാൻ എളുപ്പമാണെന്ന് ഗ്രാനി പറയുകയാണ്. നൗ ദാറ്റ് ഷീ നോ മണി മൈറ്റ് ബി അക്കമ്പനയിങ് ഹെർ ഷി വാസ് മോർ ദാൻ റെഡി ടു മേക്ക് ദി ജേണി. അക്കമ്പനയിങ് ഹെർ അല്ലേ, കമ്പനിക്ക് മണിയാണ് തുണ വരുന്നതെന്ന് അവൾക്ക് അറിഞ്ഞതോടെ നോ ചെയ്തപ്പോൾ അവൾ എന്താണ്? യാത്രക്ക്, ജേണിക്ക് തയ്യാറായി, റെഡിയായി. വൈൽ വി ആർ ഇൻ മസൂരി വി വിൽ ഗെറ്റ് സം സീഡ്സ് ആൻഡ് ബൾബ്സ് ആൻഡ് എ ന്യൂ ബെൽ ഫോർ ദി വൈറ്റ് കൗ ആൻഡ് എ പുൾ ഓവർ ഫോർ യുവർ ഫാദർ ആൻഡ് ഷൂസ് ഫോർ യു. വൈൽ വി വർ ഇൻ മസൂരിയിലെ, മസൂരിയിൽ എത്തുമ്പോൾ എന്താണ്? വി വിൽ ഗെറ്റ് സം സീഡ്സ് ആൻഡ് ബൾബ്സിലെ, കുറച്ച് വിത്തുകളും ബൾബ്സും വാങ്ങണം. എൻ്റെ ന്യൂ ബെൽ ഫോർ ദി വൈറ്റ് കൗലെ, വെള്ള പശുവിന് ഒരു പുതിയ ബെല്ല് വാങ്ങണം. എൻ്റെ പുൾ ഓവർ ഫോർ യുവർ ഫാദർ അല്ലേ, നിൻ്റെ അച്ഛൻ എന്താണ്? ഒരു പുൾ ഓവർ, ഒരു കമ്പിളിക്കുപ്പായം വാങ്ങണം. എൻ്റെ ഷൂസ് ഫോർ യു, നിനക്ക് എന്താണ്? ഒരു ഷൂസും വാങ്ങണം. നൗ ജസ്റ്റ് എ മിനിറ്റ് സെഡ് മണീസ് ഫാദർ. മണിൻ്റെ അച്ഛൻ എന്ത് പറഞ്ഞു? നൗ ജസ്റ്റ് എ മിനിറ്റ്, ഒരു നിമിഷം. ആർ യു ഗോയിങ് ദർ ടു ഹാവ് യുവർ ഐ ടെസ്റ്റഡ് ഓർ ആർ യു ഗോയിങ് ഓൺ എ ഷോപ്പിംഗ് ട്രിപ്പ്? നിങ്ങളെന്താണ് നിങ്ങളുടെ ഐയിലെ കണ്ണ് പരിശോധിക്കാൻ തന്നെയാണോ പോകുന്നത്, അല്ലെങ്കിൽ ഷോപ്പിങ്ങിനാണോ അല്ലേ? ഗോയിങ് ഓൺ എ ഷോപ്പിംഗ് ട്രിപ്പിന് വേണ്ടിയിട്ടാണോ പോകുന്നത്? ഐ ഹാവ് ഗോട്ട് ഓൺലി 100 rupees ടു സ്പെയർ. എൻ്റെ കയ്യിൽ എന്താണ്? ഒരു 100 രൂപ മാത്രമാണ് ചിലവാക്കാനുള്ളത്. യു വിൽ ഹാവ് ടു മാനേജ് വിത്ത് ദാറ്റ് അല്ലേ, നിങ്ങൾ അത് വെച്ചിട്ട് മാനേജ് ചെയ്യണം അല്ലേ, ചിലവുകളെല്ലാം ആ 100 രൂപയ്ക്ക് ഒതുക്കണം. വി വിൽ മാനേജ് സെഡ് മണി. അപ്പോൾ മണി എന്ത് പറഞ്ഞു? ഞങ്ങൾ മാനേജ് ചെയ്യാം. വി വിൽ സ്ലീപ്പ് അറ്റ് ദി ബസ് ഷെൽട്ടർ, ഞങ്ങൾ ബസ്സിൻ്റെ ഷെൽട്ടറിൽ സ്ലീപ്പ് ചെയ്യാം, കിടക്കാം. നോ വി വോണ്ട് സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി എന്ത് പറഞ്ഞു? നോ, ഞങ്ങൾ കിടക്കില്ല. ഐ ഹാവ് ഗോട്ട് 50 rupees ഓഫ് മൈ ഓൺ, എൻ്റെ കയ്യിൽ 50 രൂപയുണ്ട്. വി വിൽ സ്റ്റേ അറ്റ് എ ഹോട്ടൽ, ഞങ്ങൾ ഒരു ഹോട്ടലിൽ താമസിക്കും. ഏർലി നെക്സ്റ്റ് മോർണിംഗ്, പിറ്റേന്ന് അതിരാവിലെ, ഇൻ എ ലൈറ്റ് ഡ്രിസിൽ, ചെറിയ ചാറ്റൽ മഴയിൽ, ഗ്രാനി ആൻഡ് മണി സെറ്റ് ഔട്ട് ഓൺ ദി പാത്ത് ടു നെയിൻ. ഗ്രാനിയും മണിയും നെയിനിലേക്കുള്ള യാത്ര പുറപ്പെട്ടു. മണി ക്യാരിഡ് എ സ്മോൾ ബെഡിംഗ് റോൾ ഓൺ ഹിസ് ഷോൾഡേഴ്സ്. മണി അവൻ്റെ ഒരു ചെറിയ ബെഡിംഗ് റോൾ അവൻ്റെ ചുമലിൽ, ഷോൾഡറിൽ ക്യാരി ചെയ്തു, വഹിച്ചു. ഗ്രാനി ക്യാരിഡ് എ ലാർജ് ക്ലോത്ത് ഷോപ്പിംഗ് ബാഗ് ആൻഡ് എൻ അംബ്രല്ല. ഗ്രാനി അവളുടെ ഒരു വലിയ ക്ലോത്തിങ് ഷോപ്പിംഗ് ബാഗ്, തുണി കൊണ്ടുണ്ടാക്കിയ ഷോപ്പിംഗ് ബാഗും അതുപോലെ അംബ്രല്ല കുടയും വഹിച്ചു, ക്യാരി ചെയ്തു. വെന്നെവർ യു ഫീൽ ടയേർഡ് വി വിൽ ടേക്ക് റെസ്റ്റ് സെഡ് മണി അല്ലേ, നിങ്ങൾക്ക് എപ്പോഴാണോ ടയേർഡ്, ക്ഷീണം അനുഭവിക്കുന്നത്, അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാം. വി വിൽ ടേക്ക് റെസ്റ്റ്, മണി പറഞ്ഞു. വി ഹാവ് ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഔട്ട് സെഡ് ഗ്രാനി. നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. വി വിൽ റെസ്റ്റ് വെൻ യു ആർ ഹംഗ്രി. നിനക്ക് എപ്പോഴാണോ വിശക്കുന്നത് അപ്പോൾ റെസ്റ്റ് എടുക്കാം. ദേ വാക്ക്ഡ് അറ്റ് എ സ്റ്റഡി പേസ് വിത്തൗട്ട് ടോക്കിംഗ് ടു മച്ച്.
സ്റ്റഡി പേസ് മീൻസ് സ്ഥിരമായിട്ടുള്ള വേഗതയിൽ അവർ നടക്കാൻ തുടങ്ങി. വിത്തൗട്ട് ടോക്കിംഗ് ടു മച്ച്, അധികമൊന്നും സംസാരിക്കാതെ. എ ഫോക്ക് ഓഫ് പാരറ്റ്സ് വേൾഡ് ഓവർഹെഡ്, ഒരു കൂട്ടം തത്തകൾ അവരുടെ തലക്ക് ചുറ്റും കറങ്ങാൻ തുടങ്ങി, വേൾ ചെയ്യാൻ തുടങ്ങി. ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ അഗെയിൻസ്റ്റ് ദി സോംബർ സ്കൈ. സോംബർ സ്കൈ മീൻസ് ശാന്തമായിട്ടുള്ള ആകാശം, അതിൻ്റെ എതിരായിട്ട് തത്തകളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. ദർ വർ നോ അതർ സൗണ്ട്സ്, അവിടെ വേറെ ശബ്ദങ്ങളൊന്നുമില്ല. എക്സെപ്റ്റ് ഫോർ ദി ഹിസ് ആൻഡ് ജെൻറ്റിൽ പാറ്റർ ഓഫ് ദി റെയിൻ, അല്ലെ മഴയുടെ ചാറ്റൽ ശബ്ദം. ഹിസ് ആൻഡ് ജെൻറ്റിൽ പാറ്റർ, ആ മഴയുടെ ചാറ്റെന്ന ശബ്ദം ഒഴിച്ചിട്ട്, എക്സെപ്റ്റ് ആ ശബ്ദം ഒഴിച്ചിട്ട് വേറെ ശബ്ദങ്ങളൊന്നുമില്ല. മണി സ്റ്റോപ്പ്ഡ് ടു പിക്ക് വൈൽഡ് ബ്ലാക്ക്ബെറീസ് ഫ്രം എ ബുഷ്. മണി എന്താണ് അവിടെ നിന്നു? ടു പിക്ക്, എന്ത് പിക്ക് ചെയ്യാൻ? വൈൽഡ് ബ്ലാക്ക്ബെറീസ് ഒരു ബുഷിൽ നിന്നും പറിക്കാൻ വേണ്ടിയിട്ട്, എടുക്കാൻ വേണ്ടിയിട്ട് മണി അവിടെ നിന്നു. ഗ്രാനി വാസ് നോട്ട് ഫോണ്ട് ഓഫ് ബെറീസ്, അല്ലെ ബെറിയോടൊരു ഇഷ്ടം, ഫോണ്ട് ഇല്ല, വാസ് നോട്ട് ഒരു ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആൻഡ് ഡിഡ് നോട്ട് സ്ലാക്കൺ ഹെർ പ്ലേസ്. സ്ലാക്കൺ മീൻസ് പതിയെ, വേഗത കുറച്ചു. ഡിഡ് നോട്ട് സ്ലാക്കൻ, അല്ലെ വേഗത കുറച്ചില്ല, പതുക്കെ ആക്കിയില്ല, അല്ലെ അവരുടെ ആ പാത എന്താണ്, അവൾ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. മണി ഹാഡ് ടു റൺ ടു കാച്ച് അപ്പ് വിത്ത് ഹെർ. മണിക്ക് എന്താണ് അവളുടെ അടുത്തെത്താൻ എന്താണ് ഓടേണ്ടി വന്നു, റൺ ചെയ്യേണ്ടി വന്നു. സൂൺ ഹിസ് ലിപ്സ് വെർ പർപ്പിൾ വിത്ത് ദി ജ്യൂസ് ഫ്രം ദി ബെറീസ്. സൂൺ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ലിപ്സ്, അല്ലെ ചുണ്ടുകൾ എന്താണ് പർപ്പിൾ കളർ ആവാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? ബെറീസിൽ നിന്നുള്ള ജ്യൂസ് അവിടെ ആയതുകൊണ്ടാണ്. വിത്ത് ദി ജ്യൂസ് ഫ്രം ദി ബെറീസ്. ദി റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദി സൺ കെയിം ഔട്ട്. മഴ നിന്നു, അങ്ങനെ സൂര്യൻ എന്താണ് വെളിയിലേക്ക് പുറത്തേക്ക് വന്നു. ബിലോ ദം ദി ലൈറ്റ് ഗ്രീൻ ഓഫ് ദി ഫീൽഡ് സ്റ്റുഡ് ഔട്ട് അഗെയിൻസ്റ്റ് ദി ഡാർക്ക് ഗ്രീൻ ഓഫ് ദി ഫോറസ്റ്റ്. ബിലോ ദം അവർക്ക് താഴെയായിട്ട് ഫീൽഡ്സ്, വയലുകളുടെ ലൈറ്റ് ഗ്രീൻ കളറിലെ ഇളം പച്ച കളറ്, എന്തിനെതിരെയായിട്ട്? എഗെയിൻസ്റ്റ് ദി ഡാർക്ക് ഗ്രീൻ ഓഫ് ദി ഫോറസ്റ്റ്, കാടുകളുടെ ഡാർക്ക് ഗ്രീൻ കളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നു. ആൻഡ് ദി ഹിൽസ് വർ ബാത്ത്ഡ് ഇൻ ഗോൾഡൻ സൺഷൈൻ. നല്ല തിളങ്ങുന്ന ഗോൾഡൻ കളറിൽ ആ സൺഷൈനിൽ സൂര്യകിരണങ്ങളാൽ എന്താണ് ഹിൽസ്, അവിടെയുള്ള മലകളൊക്കെ കുളിച്ചൂലെ, ആ ഒരു കളറായി. മണി റൺ അഹെഡ്, മണി എന്താണ് അവിടെ നിന്ന് ഓടിപ്പോന്നു. ക്യാൻ യു സീ ആൾ റൈറ്റ് ഗ്രാനി, ഹി കാൾഡ്. ഗ്രാനി നിങ്ങൾക്ക് എല്ലാം കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഐ ക്യാൻ സീ ദി പാത്ത് ആൻഡ് ഐ ക്യാൻ സീ യുവർ വൈറ്റ് ഷർട്ട്, ദാറ്റ്സ് ഇനഫ് ഫോർ ജസ്റ്റ് നൗ. ഐ ക്യാൻ സീ ദി പാത്ത്, എനിക്ക് എന്താണ് നടക്കാനുള്ള വഴി കാണാൻ കഴിയുന്നുണ്ട്, നിൻ്റെ വെള്ള ഷർട്ടും കാണാൻ കഴിയുന്നുണ്ട്, അത് മതി ഇപ്പോൾ തൽക്കാലം, അല്ലേ. ദാറ്റ്സ് ഇനഫ് ഫോർ ജസ്റ്റ് നൗ. ഗ്രാനി ആൻഡ് മണി എയ്റ്റ് ദർ ലൈറ്റ് മീൽ ഓൺ ദി റോഡ് സൈഡ്. റോഡ് സൈഡിൽ നിന്ന് ഒരു ലൈറ്റായിട്ട് ലഘുഭക്ഷണം, ലൈറ്റ് മീൽ അവർ കഴിച്ചു. ഇൻ ദി ഷെയ്ഡ് ഓഫ് എ വിസ്പറിംഗ് പൈൻ ആൻഡ് ഡാർക്ക് ഫ്രം എ സ്പ്രിംഗ്. വിസ്പറിംഗ് മീൻസ് മന്ത്രിക്കുക, അല്ലെ പൈൻ മരങ്ങളുടെ ആ ഒരു ഷെയ്ഡിൽ, ആ ഒരു തണലിൽ മന്ത്രിക്കുന്ന, ഇലകളൊക്കെ പരസ്പരം മന്ത്രിക്കുന്ന ആ ഒരു തണലിൽ അവർ വിശ്രമിച്ചിട്ട്, അവിടുന്ന് ഒരു സ്പ്രിംഗ് നിന്നില്ലേ, നല്ല അരുവിയിൽ നിന്നും വെള്ളമൊക്കെ കുടിച്ചിട്ട് അവർ വിശ്രമിച്ചു. ബൈ ലേറ്റ് ആഫ്റ്റർനൂൺ ദ വർ ഡയറക്ട്ലി അബവ് നെയിൻ. ലേറ്റ് ആഫ്റ്റർനൂൺ ആയപ്പോൾ അവരെന്താണ് നെയിൻ്റെ, അവർക്കുള്ള പോകാനുള്ള സ്ഥലത്തെത്താനായി. വി ആർ ആൾമോസ്റ്റ് ദർ സെഡ് മണി. മണി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഏകദേശം അവിടെ എത്താനായില്ലേ, ആൾമോസ്റ്റ് ദർ, അവിടെ എത്താനായി. ഐ ക്യാൻ സീ ദി ടെമ്പിൾ നിയർ അങ്കിൾസ് ഹൗസ്. എനിക്കെന്താണ് അങ്കിളുടെ വീടിൻ്റെ അടുത്തുള്ള ആ ടെമ്പിൾ, ആ അമ്പലം കാണാൻ സാധിക്കുന്നുണ്ട്. ഐ ക്യാൻ സീ എ തിങ് സെഡ് ഗ്രാനി. എനിക്കൊരു വസ്തുവും കാണാൻ സാധിക്കുന്നില്ല എന്ന് അമ്മുമ്മയും പറഞ്ഞു. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദി മിസ്റ്റ്. അല്ലെ അതെന്തുകൊണ്ടാണ്? മിസ്റ്റ്, മൂടൽമഞ്ഞ് കൊണ്ടാണ്. അതെന്താണ് അതിന് കാരണം? ഗ്രാനിക്ക് കാണാൻ കഴിയാത്തത് എന്താണ്? മൂടൽമഞ്ഞ് കൊണ്ടാണ്. ദർസ് എ തിക്ക് മിസ്റ്റ് കമ്മിങ് അപ്പ് ദി വാലി. അവിടെ എന്താണ് ഒരു തിക്കായിട്ടുള്ള മിസ്റ്റ്, അല്ലെ ഒരു മൂടൽമഞ്ഞ് ആ വാലിയിൽ നിന്നും വരുന്നുണ്ട്. ഇറ്റ് ബിഗൻ റെയിനിങ് ഹെവിലി ആസ് ദേ എൻറ്റേർഡ് ദി സ്മോൾ മാർക്കറ്റ് ടൗൺ ഓൺ ദി ബാങ്ക്സ് ഓഫ് ദി റിവർ. റിവറിൻ്റെ അടുത്തുള്ള ചെറിയ മാർക്കറ്റിൽ എൻ്റർ ചെയ്തപ്പോഴേക്കും അവിടെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു, ഹെവി റെയിന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഗ്രാനീസ് അംബ്രല വാസ് ലീക്കിംഗ് ബാഡ്ലി. ഗ്രാനിയുടെ അംബ്രല കൂടെ എന്താണ് വളരെ ലീക്ക് ഉണ്ടായിരുന്നു, അതായത് ചെറിയ ഓട്ടകളൊക്കെ ഉണ്ടായിരിക്കാം. ബട്ട് ദേ വർ സൂൺ ഡ്രൈയിങ് ദംസെൽഫ് ഇൻ അങ്കിൾസ് ഹൗസ് ആൻഡ് ഡ്രിങ്കിങ് ഗ്ലാസസ് ഓഫ് ഹോട്ട് സ്വീറ്റ് മിൽക്കി ടീ. പക്ഷേ അവർ പെട്ടെന്ന് തന്നെ അവരുടെ അങ്കിളുടെ വീട്ടിലെത്തിയിട്ട് അതൊക്കെ നനഞ്ഞതൊക്കെ ഡ്രൈ ചെയ്തു. അതുപോലെ തന്നെ നല്ല ഹോട്ടായിട്ടുള്ള ചൂടുള്ള സ്വീറ്റ് മിൽക്കി ടീയിലെ പാൽ ചായ കുടിച്ചു. മണി ഗോട്ട് അപ്പ് ഏർലി ദി നെക്സ്റ്റ് മോർണിംഗ് ആൻഡ് റാൻ ഡൗൺ ദി നാരോ സ്ട്രീറ്റ് ടു ബാത്ത് ഇൻ ദി റിവർ. മണി പിറ്റേന്ന് രാവിലെ എന്താണ് നേരത്തെ എണീറ്റിട്ട് എന്താണ് റിവറിൻ്റെ അടുത്ത് ബാത്ത് ചെയ്യാൻ, കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. ആസ് മണി ഡ്രസ്ഡ് ഹി ഹിയർ ദി ബ്ലെയർ ഓഫ് എ ബസ് ഹോൺ. മണി എന്താണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോഴേക്കും എന്താണ് ബസ്സിൻ്റെ ആ മുഴക്കം, ബ്ലെയർ അല്ലേ ബസ്സിൻ്റെ ഹോണിൻ്റെ ആ മുഴക്കം കേട്ടു. ദർ വാസ് ഓൺലി വൺ ബസ് ടു മുസൂറി. മസൂറിയിലേക്ക് എന്താണ് അവിടെ ഒരു ബസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഹി സ്കാമ്പേർഡ് അപ്പ് ദി സ്ലോപ്പ് വണ്ടറിങ് ഇഫ് ദേ ഹാഡ് മിസ് ഇറ്റ്. സ്കാമ്പേർഡ് ഇങ്ങനെ ചാടിയില്ലേ അപ്പ് ദി സ്ലോപ്പ്, ആ ചെരുവിലെ കുന്നിൻ ചെരുവൊക്കെ ഉണ്ടാവില്ല, അവിടെ നിന്ന് ഇങ്ങനെ തുള്ളിച്ചാടി നടന്നു. വണ്ടറിങ്, എന്ത് അത്ഭുതപ്പെട്ടുകൊണ്ട്, അല്ലേ അത് മിസ്സ് ചെയ്യുമോ, ബസ് നഷ്ടമാവുമോ, ഒരു ബസ്സല്ലുള്ളൂ അത് നഷ്ടമാവുമോ എന്ന് വണ്ടറിൽ ഇങ്ങനെ തുള്ളിച്ചാടി നടന്നു. ബട്ട് ഗ്രാനി വാസ് വെയിറ്റിംഗ് ഫോർ ഹിം അറ്റ് ദി ബസ് സ്റ്റോപ്പ്. പക്ഷേ ഗ്രാനി എന്താണ് ബസ് സ്റ്റോപ്പിൽ അവനെ കാത്തു നിൽക്കുന്നുണ്ട്. ഷി ഹാഡ് ആൾറെഡി ബോട്ട് ദർ ടിക്കറ്റ്സ്. അവൾ ആൾറെഡി ഇല്ലേ ആദ്യമേ എന്താണ് ടിക്കറ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ദി ബസ് വാസ് ഓൾഡ് ആൻഡ് റിക്കറ്റി. ബസ് എന്താണ് ഓൾഡ്, പഴയതും ഞെരുക്കമുള്ളതും, റിക്കറ്റി ഞെരുക്കമുള്ളതുമായിരുന്നു. ആൻഡ് റാറ്റിൽ സോ മച്ച് ദാറ്റ് ദി പാസഞ്ചേഴ്സ് കുഡ് ബാർലി ഹിയർ ദംസെൽഫ് സ്പീക്കിംഗ്. യാത്രക്കാർക്ക് സ്വയം സംസാരിക്കുന്നത് കേൾക്കാനാകാത്ത വിധം കുലുങ്ങി, അല്ലെ റാറ്റിൽ ചെയ്തു കുലുങ്ങി. ദംസെൽഫ് സ്പീക്കിംഗ്, അല്ലെ സ്വയം സംസാരിക്കുന്നത് കേൾക്കാനാകാത്ത വിധം വരെ അത് എന്താണ് റാറ്റിൽ ചെയ്തിരുന്നു, കുലുങ്ങിയിരുന്നു.
ദി ഡ്രൈവർ ഡ്രോവ് അറ്റ് സം സ്പീഡ്. ഡ്രൈവർ എന്താണ് കുറച്ച് സ്പീഡിലാണ് വണ്ടി ഓടിച്ചിരുന്നത്. ആൻഡ് വെൻ എവർ ഹി വെൻറ്റ് റൗണ്ട് എ ബെൻഡ് എവ്രി വൺ ഇൻ ദി ബസ് വാസ് ത്രോൺ എബൌട്ട്. അല്ലെ, ഒരു വളവിൽ ചെല്ലുമ്പോഴെല്ലാം ബസ്സിലുണ്ടായിരുന്നവരെല്ലാം തെറിച്ച് വീഴാറുണ്ടായിരുന്നു. അല്ലെ, ഒരു ബെൻഡിലെ ആ വളവിൽ ബെൻഡിലെത്തുമ്പോൾ എല്ലാം ബസ്സിലുള്ളവരെല്ലാം ത്രോൺ എബൌട്ട്, അല്ലേ, എല്ലാവരും ബസ്സിൽ നിന്ന് തെറിച്ച് വീഴും. ഇൻസ്പൈറ്റ് ഓഫ് ആൾ ദി നോയ്സ് ആൻഡ് കൺഫ്യൂഷൻ ഗ്രാനി ഫെൽ അസ്ലീപ്, ഹെർ ഹെഡ് റെസ്റ്റിംഗ് അഗെയിൻസ്റ്റ് മണീസ് ഷോൾഡർ. എല്ലാ ബഹളങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരുന്നിട്ടും മുത്തശ്ശി എന്താണ് മണിയുടെ തോളിൽ തലചായ്ച്ചിട്ട് ഉറങ്ങി. എല്ലാ നോയ്സ്, ബഹളങ്ങളും കൺഫ്യൂഷനും എല്ലാം ഉണ്ടായപ്പോഴും മുത്തശ്ശി എന്താണ് മണിയുടെ ഷോൾഡറിൽ തലചായ്ച്ച് കിടന്നുറങ്ങി. സഡൻലി പെട്ടെന്ന് എന്താണ് ആ ബസ് അവിടെ നിന്നു. കെയിം ടു എ ഗ്രൈൻഡിങ് ഹാൾട്ട് ചെയ്തു. പീപ്പിൾ വെർ ത്രോൺ ഫോർവേഡ് ഇൻ ദർ സീറ്റ്സ്. ആളുകൾ എന്താണ് മുന്നോട്ട് തെറിച്ചു വീണു. നമ്മൾ ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ മുന്നോട്ട് വീയില്ലേ, അങ്ങനെ സീറ്റിൽ നിന്നും മുന്നോട്ട് ഫോർവേഡായിട്ട് നിന്നു. വാട്ട്സ് ഹാപ്പനിങ് ഗ്രാനി ആസ്ക്ഡ്, ഹാവ് വി അരീവ്ഡ്. എന്ത് പറ്റിയെന്ന് മുത്തശ്ശി ഇവിടെ ചോദിക്കുന്നുണ്ട്. നമ്മളെന്താണ് സ്ഥലത്തെത്തിയോ? ഹാവ് വി അരീവ്ഡ്? നോ, സംതിങ് ഈസ് ബ്ലോക്കിംഗ് ദി റോഡ് സെഡ് മണി. അപ്പോൾ മണി എന്ത് പറഞ്ഞു? നോ, ഇല്ല, സംതിങ് ഈസ് ബ്ലോക്കിംഗ് ദി റോഡ്. എന്തോ ഒന്ന് എന്താണ് റോഡ് ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നുണ്ട്, തടഞ്ഞു നിർത്തുന്നുണ്ട്. ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ് എക്സ്ക്ലെയിംഡ് സംവൺ. ആരോ ഒന്ന് എക്സ്ക്ലെയിം ചെയ്ത് ആർത്ത് വിളിച്ച് പറയുന്നുണ്ട് എന്താണ് അതൊരു ലാൻഡ് സ്ലൈഡാണ്, മണ്ണിടിച്ചിലാണെന്ന്. ആൻഡ് ആൾ ദി പാസഞ്ചേഴ്സ് പുട്ട് ദർ ഹെഡ്സ് ഔട്ട് ഓഫ് ദി വിൻഡോസ് ടു ടേക്ക് എ ലുക്ക്. അങ്ങനെ എല്ലാ പാസഞ്ചേഴ്സും യാത്രക്കാരും എന്താണ് അവരുടെ തല പുറത്തേക്ക് ഇട്ട് ജനലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തിട്ടൊരു നോട്ടം നോക്കുന്നുണ്ട്. എന്താണ് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു നോട്ടം നോക്കുന്നുണ്ട്. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. അതെന്താണ് ഒരു വലിയ മണ്ണിടിച്ചിലാണ്. എർത്ത്, ട്രീസ് ആൻഡ് ബുഷസ് ഹാഡ് ഗിവൺ വേ ആൻഡ് കം ക്രാഷിംഗ് ഡൗൺ കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദി റോഡ്. മണ്ണും മരങ്ങളും കുറ്റിക്കാടുകളും എല്ലാം വൈമാറി റോഡിനെ പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദി റോഡ്. നോർ വാസ് ഇറ്റ് ഓവർ യെറ്റ്, ഡ്രബീസ് വാസ് സ്റ്റിൽ ഫാളിംഗ്. അല്ല, അതിപ്പോഴും എന്താണ് തീർന്നിട്ടില്ല. അതിൻ്റെ അവശിഷ്ടങ്ങൾ, പാറക്കല്ലുകൾ ഇങ്ങനെ പൊടിഞ്ഞു വീഴുന്നത് ഇപ്പോഴും എന്താണ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, സ്റ്റിൽ ഫാളിംഗ്. മണി സോ റോക്സ് ഹേർട്ട്ലിംഗ് ഡൗൺ ദി ഹിൽ ആൻഡ് ഇൻ ടു ദി റിവർ. പാറക്കെട്ടുകൾ മലയിറങ്ങി പുഴയിലേക്ക് ഒഴുകുന്നത് മണി കണ്ടു. അല്ലേ, പാറക്കെട്ടുകളെല്ലാം എന്താണ് പുഴയിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നത് മണി കണ്ടു. നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ് ഒബ്സർവ്ഡ് ഗ്രാനി ഹു കുഡ് നോട്ട് സീ എ തിങ്. അല്ലെ, ഒരു ബസ് സ്റ്റോപ്പിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലമല്ല, സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് അല്ല എന്ന് ഒന്നും കാണാൻ കഴിയാത്ത മുത്തശ്ശി എന്താണ് നിരീക്ഷിച്ചിട്ട് പറഞ്ഞു. അല്ലേ, ഒബ്സർവ്ഡ് ഗ്രാനി. ഈവൻ ആസ് ഷീ സ്പോക്ക് എ ഷവർ ഓഫ് സ്റ്റോൺസ് ആൻഡ് സ്മോൾ റോക്സ് കെയിം ക്ലാറ്ററിംഗ് ഡൗൺ ഓൺ ദി റൂഫ് ഓഫ് ദി ബസ്. ഈവൻ ആസ് ഷീ സ്പോക്ക്, അല്ലേ, അവൾ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ, ഈവൻ അപ്പോൾ തന്നെ എന്താണ് ബസ്സിൻ്റെ മേൽക്കൂരയിൽ എന്താണ് കല്ലുകളും ചെറിയ പാറക്കല്ലുകളും ഒരു മഴ പോലെ വന്ന് പതിച്ചു. അല്ലേ, ബസ്സിൻ്റെ റൂഫിൽ എന്താണ് പാറക്കല്ലുകളൊക്കെ വന്ന് പതിക്കുകയാണ്. പാസഞ്ചേഴ്സ് ക്രൈഡ് ഔട്ട് ഇൻ അലാം. യാത്രക്കാർ, പാസഞ്ചേഴ്സ് എല്ലാവരും എന്താണ് പരിഭ്രാന്തരായി നിലവിളിച്ചു. ദി ഡ്രൈവർ ബിഗൻ റിവേഴ്സിംഗ് ആസ് മോർ റോക്സ് കെയിം ക്രാഷിംഗ് ഡൗൺ. അല്ലെ, കൂടുതൽ പാറകൾ താഴോട്ട് പതിച്ചപ്പോൾ എന്താണ് ഡ്രൈവർ എന്താണ് പിന്നോട്ട് ഓടിക്കാൻ തുടങ്ങി, അല്ലേ, റിവേഴ്സ് എടുക്കാൻ തുടങ്ങി. ഐ നെവർ ഡിഡ് ട്രസ്റ്റ് മോട്ടോർ റോഡ് സെഡ് ഗ്രാനി. ഞാൻ ഒരിക്കലും മോട്ടോർ റോഡുകളെ വിശ്വസിച്ചിരുന്നില്ല, അല്ലെ, ട്രസ്റ്റ് ചെയ്തിരുന്നില്ലെന്ന് ഗ്രാനി പറയുകയാണ്. ദി ഡ്രൈവർ കെപ്റ്റ് ബാക്കിംഗ് അണ്ടിൽ ദേ വർ വെൽ അവേ ഫ്രം ദി ലാൻഡ് സ്ലൈഡ്. അല്ലെ, ലാൻഡ് സ്ലൈഡ് മണ്ണിടിച്ചിൽ നിന്നും ദൂരേക്ക്, അല്ലെ, അകന്നു പോകുന്നത് വരെ ഡ്രൈവർ എന്താണ് പിന്തിരിഞ്ഞുകൊണ്ടിരുന്നു, അല്ലേ, ബാക്കോട്ട്, അല്ലേ, റിവേഴ്സ് എടുത്തുകൊണ്ടിരുന്നു. ദെൻ എവ്രി വൺ ട്രംബിൾഡ് ഔട്ട് ഓഫ് ദി ബസ്. അപ്പോൾ എല്ലാവരും ബസ്സിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ദേ കുഡ് ടെൽ ഇറ്റ് വുഡ് ടേക്ക് ഡേയ്സ് ടു ക്ലിയർ ദി റോഡ്. റോഡ് വൃത്തിയാക്കാൻ ദിവസങ്ങളെടുക്കുമെന്ന് അവർക്ക് പറയാൻ കഴിയും. അല്ലേ, ക്ലീൻ ചെയ്യാൻ എന്താണ് ഡേയ്സ്, അല്ലേ, ദിവസങ്ങളെടുക്കും. മോസ്റ്റ് ഓഫ് ദി പാസഞ്ചേഴ്സ് ഡിസൈഡഡ് ടു റിട്ടേൺ ടു നൈൻ വിത്ത് ദി ബസ്. മോസ്റ്റ് ഓഫ് ദി പാസഞ്ചേഴ്സ്, മിക്ക യാത്രക്കാരും ബസ്സുമായി നൈനിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. അല്ലേ, റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. ബട്ട് എ ഫ്യൂ ബോൾഡ് സ്പിരിറ്റ്സ് അഗ്രീഡ് ടു വാക്ക് ടു മസൂരി. പക്ഷേ കുറച്ച് ബോൾഡായിട്ടുള്ള ആളുകൾ എന്താണ് മസൂരിയിലേക്ക് നടക്കാമെന്ന് തീരുമാനിച്ചു. നടക്കാൻ വേണ്ടിയിട്ട് അഗ്രി ചെയ്തു. ടേക്കിംഗ് എ ഷോർട്ട് കട്ട് അപ്പ് ദി മൗണ്ടെയിൻ വിച്ച് വുഡ് ബൈപ്പാസ് ദി ലാൻഡ് സ്ലൈഡ്. ലാൻഡ് സ്ലൈഡിനെ മറികടക്കുന്ന, അല്ലേ, മണ്ണിടിച്ചിലിനെ കടന്നിട്ട് പോകാൻ കഴിയുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതിലൂടെ നടക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ തീരുമാനിച്ചു. മണി ലുക്ക്ഡ് അറ്റ് ഗ്രാനി. മണി എന്താണ് ഗ്രാനിയെ നോക്കി. ഷാൾ വി ഗോ ബാക്ക്, നമുക്ക് തിരിച്ചു പോയാലോ? ഇറ്റ്സ് ഓൺലി 10 miles സെഡ് ഗ്രാനി. വി ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ. ഇതെന്താണ് ആകെ ഒരു 10 മൈലേ ഉള്ളൂ എന്ന് ഗ്രാനി പറയുകയാണ്. നമ്മൾ ഇന്നലെ നടന്ന അത്രയേ ഉള്ളൂ. So they started climbing a narrow path and by the time they got to the top of the mountain, Granny and Mani were on their own. അങ്ങനെ അവരെന്താണ് ഒരു നാരോ പാത്തിലൂടെ ക്ലൈംബ് ചെയ്യാൻ കയറാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മൗണ്ടെയിൻ്റെ ടോപ്പിലെത്തിയപ്പോൾ, മലയുടെ മുകളിലെത്തിയപ്പോൾ ഗ്രാനിയും മണി എന്താണ് അവരുടെ വഴിക്ക് തനിച്ചായി. ദർ വില്ലേജ് വാസ് ഹിഡൻ ബൈ ദി റേഞ്ച് ടു ദി നോർത്ത്. അവരുടെ വില്ലേജൊക്കെ എന്താണ് ഹിഡൻ ആയിട്ട് മറഞ്ഞിരുന്നു. ഫാർ ബിലോ റഷ്ഡ് ദി റിവർ ഫാർ എബവ് സർക്കിൾഡ് എ ഗോൾഡൻ ഈഗിൾ. അവരുടെ താഴെയായിട്ട് എന്താണ് റിവർ ഇങ്ങനെ നദി ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാർ എബവ് മുകളിലായിട്ട് എന്താണ് ഒരു ഗോൾഡൻ ഈഗിൾ സർക്കിൾ ചെയ്തിട്ടുണ്ട്, വട്ടമിട്ടിട്ടുണ്ട്.
ഡിഡ് യു ബ്രിങ് എനി ഫുഡ് ഫ്രം അങ്കിൾസ് ഹൗസ് ആസ്ക്ഡ് മണി. മണി എന്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും ഫുഡ് അങ്കിളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ? നാച്ചുറലി സെഡ് ഗ്രാനി, ഐ നോ യു വുഡ് സൂൺ ബി ഹംഗ്രി. സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് നിനക്ക് വിശക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ദർ ആസ് പക്കോറാസ് ആൻഡ് ബൺസ് ആൻഡ് പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. അങ്കിളുടെ വീട്ടിൽ നിന്ന് എന്താണ് പീച്ചസും ബൺസും പക്കോറാസും എല്ലാം ഉണ്ട്. ഗുഡ് സെഡ് മണി ഫോർഗെറ്റിംഗ് ഹിസ് ടയർഡ്നെസ്. അവൻ്റെ ടയർഡ്നെസ് ക്ഷീണമെല്ലാം മറന്നുകൊണ്ട് മണി എന്ത് പറഞ്ഞു, ഗുഡ് നല്ലത്. വി വിൽ ഈറ്റ് ആസ് വി ഗോ അലോങ്. നമുക്ക് പോകുന്നതിനിടയിൽ എന്താണ് ഭക്ഷണം കഴിക്കാം. വി വിൽ ഈറ്റ്. വി വിൽ സ്റ്റോപ്പ് വെൻ യു ആർ ടയേർഡ് ഗ്രാനി. ഗ്രാനി ടയേർഡ് ആവുമ്പോൾ ക്ഷീണിക്കുമ്പോൾ നമുക്ക് നിൽക്കാം. ഓ ഐ ക്യാൻ വാക്ക് ഫോർ അവർ സെഡ് ഗ്രാനി. ഞാൻ എന്താണ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, എനിക്ക് ക്ഷീണമൊന്നും ഉണ്ടാവില്ല എന്ന് ഗ്രാനി പറയുകയാണ്. ലാഫിംഗ് ചിരിച്ചുകൊണ്ട് പറയുകയാണ്. ബട്ട് നോട്ട് ഇഫ് ഇറ്റ്സ് റെയിനിങ്, ദിസ് അംബ്രല്ല ലീക്സ് ബാഡ്ലി. പക്ഷേ എന്താണ് മഴ പെയ്യരുത്, മഴ പെയ്താൽ എന്താണ് ഈ അംബ്രല്ല എന്താണ് ലീക്കാണ്, വളരെ ലീക്കാണ്. മഴ പെയ്തില്ലെങ്കിൽ എന്താണ് ഞാനിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഡൗൺ അഗെയിൻ ദേ വെൻറ്റ് ആൻഡ് അപ്പ് ദി നെക്സ്റ്റ് മൗണ്ടൈൻ. അങ്ങനെ വീണ്ടും എന്താണ് അവർ താഴേക്ക് പോയി അടുത്ത മല കയറി, നെക്സ്റ്റ് മൗണ്ടൈൻ കയറി. ആൻഡ് ഓവർ ബെയർ വിൻസ്വെപ്റ്റ് ഹിൽ സൈഡ്സ് ആൻഡ് അപ്പ് ത്രൂ എ ഡാർക്ക് ഗ്ലൂമി ഡിയോറൻ ഫോറസ്റ്റ്. ഡിയോഡർ ഫോറസ്റ്റ് എന്നാൽ ഡിയോഡർ മീൻസ് ദേവദാരു ആണ്. ദേവദാരുവിൻ്റെ കാട്ടിലൂടെയൊക്കെ അവർ ഇരുണ്ട ദേവദാരു മരത്തിൻ്റെ ഇടയിലൂടെയൊക്കെ അവർ കടന്നു നീങ്ങി. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക് ദേ സോ ദി ലൈറ്റ്സ് ഓഫ് മസൂരി ട്വിങ്ക്ലിംഗ് അഹെഡ് ഓഫ് ദം. അങ്ങനെ ഇരുട്ട് വീയാൻ തുടങ്ങിയപ്പോൾ ഇരുട്ട് വീയുമ്പോൾ ഗെറ്റിംഗ് ഡാർക്ക് ആവുന്ന സമയത്ത് അവരെന്ത് കണ്ടു, മസൂരിയുടെ ആ തിളക്കം മസൂരിയുടെ വെളിച്ചങ്ങൾ അവരുടെ മുന്നിൽ മിന്നി മറയുന്നത് അവർ കണ്ടു. ടിംഗ്ലിംഗ് അഹെഡ് ഓഫ് ദം, അവരുടെ മുന്നിൽ മിന്നി മറയുന്നത് അവർ കണ്ടു. അതായത് മസൂരി എത്താനായി എന്നുള്ളത് അവർക്ക് അറിയാൻ കഴിഞ്ഞു. ആസ് ദേ കെയിം നിയറർ ദി ലൈറ്റ് ഇൻക്രീസ്ഡ്. അവർ അടുത്തേക്ക് എത്തുന്തോറും എന്താണ് ആ ലൈറ്റ് കൂടി വന്നു. അണ്ടിൽ പ്രസൻ്റ്ലി ദേ വർ ഇൻ എ ബ്രൈറ്റ്ലി ലിറ്റ് ബസാർ. അപ്പോഴേക്കും നല്ല ലൈറ്റുള്ള പ്രകാശിതമായ ബസാറിൽ ചന്തയിൽ അവരെത്തിയിരുന്നു. ജോസ്റ്റിൽഡ് ഇൻ ദി ക്രൗഡ് ഗ്രാനി കെപ്റ്റ് വൺ ഹാൻഡ് ഫാമിലി ഓൺ മണീസ് ഷോൾഡർ സോ ദാറ്റ് ഷീ ഡിഡ് നോട്ട് ലോസ് ഹിം. ക്രൗഡ് നല്ല ആൾക്കൂട്ടത്തിനിടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മണിയെ എന്താണ് ലോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഷോൾഡറിൽ ഒരു കൈ എന്താണ് മുത്തശ്ശി വെച്ചിരുന്നു, ഉറപ്പിച്ചു വെച്ചു. ദേ ആസ്ക്ഡ് അറൗണ്ട് ഫോർ ദി ചീപ്പസ്റ്റ് ഹോട്ടൽ. ഏറ്റവും വില കുറഞ്ഞ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഹോട്ടൽ ഏതാണെന്ന് അവർ ചോദിച്ചു. ബട്ട് ദർ വർ നോ ചീപ്പ് ഹോട്ടൽസ്. പക്ഷേ അവിടെ ചീപ്പായിട്ട് വില കുറഞ്ഞിട്ടുള്ള ഹോട്ടൽസ് ഒന്നും ഇല്ലായിരുന്നു. സോ ദേ സ്പെൻഡ് ദി നൈറ്റ് ഇൻ എ ധർമ്മശാല അഡ്ജോയിനിങ് ദി ടെമ്പിൾ. അങ്ങനെ അവർ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഒരു ധർമ്മശാലയിൽ രാത്രി കഴിച്ചുകൂട്ടി. നെക്സ്റ്റ് മോർണിംഗ് അറ്റ് ദി ഐ ഹോസ്പിറ്റൽ ദേ ജോയിൻഡ് എ ലോങ് ക്യൂ ഓഫ് പേഷ്യൻസ്. പിറ്റേന്ന് രാവിലെ അവരെന്താണ് ഒരു ഐ ഹോസ്പിറ്റലിലെ കണ്ണാശുപത്രിയിലെത്തി. അവിടെ പേഷ്യൻസിൻ്റെ ഒരു ലോങ് ക്യൂ ഉണ്ടായിരുന്നു. അതായത് ക്ഷമയുള്ള രോഗികളുടെ ഒരു ക്യൂ ഉണ്ടായിരുന്നു. ആ ക്യൂ ഒക്കെ നിൽക്കാൻ എന്താണ് അത്യാവശ്യം ക്ഷമ വേണം. ദി ഐ സ്പെഷ്യലിസ്റ്റ്, കണ്ണിൻ്റെ വിദഗ്ധൻ സ്പെഷ്യലിസ്റ്റ്, എ പോട്ട്ലി മെൻ, ഒരു തടിച്ച ആളായിരുന്നു, പോട്ട്ലി ആയിട്ടുള്ള ആളാണ്. മാൻ ഇൻ എ സ്യൂട്ട് ആൻഡ് ടൈ ഡീൽഡ് വിത്ത് ദി പേഷ്യൻസ് ഇൻ എ ബ്രിസ്ക് ബട്ട് കൈൻഡ് മാനർ. സ്യൂട്ടും ടൈയൊക്കെ ധരിച്ചിട്ട് എന്താണ് പേഷ്യൻസിനോട് ഭയങ്കര ബ്രിസ്ക് ആയിട്ടാണെങ്കിലും വളരെ കൈൻഡ് ആയിട്ടുള്ള ആളായിരുന്നു, വളരെ ദയുള്ള ആളായിരുന്നു. ആഫ്റ്റർ ആൻ അവേഴ്സ് വെയിറ്റ് ഗ്രാനീസ് ടേൺ കെയിം. ഒരു മണിക്കൂറിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ മുത്തശ്ശിയുടെ ഊഴമെത്തി. മുത്തശ്ശിയുടെ കാണിക്കാനുള്ള അവസരമെത്തി. The doctor took one horrified look at Granny's glasses and dropped them in a waste basket. ഡോക്ടർ ഗ്രാനിയുടെ ഗ്ലാസ്സിലേക്ക് ഒരു ഹൊറിഫൈഡ്, ഒരു പേടിപ്പെടുത്തുന്ന പരിഭ്രമത്തോടെയുള്ള ഒരു നോട്ടം നോക്കിയിട്ട് അത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് എറിഞ്ഞു, ഡ്രോപ്പ് ചെയ്തു. Then he fished them out and placed them on his desk and said, on second thought I think I will send them to a museum. എന്നിട്ട് ആ ബാസ്ക്കറ്റിൽ നിന്നും എടുത്തിട്ട് ആ കണ്ണട എടുത്തിട്ട് ഡെസ്കുമേൽ വെച്ചുകൊണ്ട് രണ്ടാമതായി ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്കത് മ്യൂസിയത്തിലേക്ക് അയക്കാമെന്ന്, സെൻഡ് ചെയ്യാമെന്ന് ചിന്തിച്ചു എന്ന് പറയാണ്. അതായത് അത്രക്കും ഓൾഡാണ്, മ്യൂസിയത്തിൽ വെക്കാൻ പറ്റുന്ന തരത്തിൽ ഓൾഡാണെന്ന് പറയാണ് ഡോക്ടർ. യു ഷുഡ് ഹാവ് ചേഞ്ച്ഡ് യുവർ ഗ്ലാസസ് ഇയേഴ്സ് എഗോ. നിങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ് നിങ്ങളുടെ ഗ്ലാസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ദേ ഹാവ് പ്രോബബ്ലി ഡൺ മോർ ഹാം ദാൻ ഗുഡ്. നല്ലതിനേക്കാൾ ഗുഡിനേക്കാൾ കൂടുതൽ ഹാമാണ്, അതുകൊണ്ട് ദോഷമാണ് ചെയ്യുന്നത്. He examined Granny's eyes and said, your eyes are very weak, but you are not going blind. അങ്ങനെ ഡോക്ടർ ഗ്രാനിയുടെ കണ്ണുകൾ എക്സാമിൻ ചെയ്തിട്ട് പരിശോധിച്ചിട്ട് നിൻ്റെ കണ്ണുകൾ വളരെ വീക്കാണ്, പക്ഷേ നിനക്ക് പൂർണ്ണമായിട്ടും ബ്ലൈൻഡ് ആവുകയില്ല എന്ന് പറയുകയാണ്. വി വിൽ ഫിറ്റ് യു അപ്പ് വിത്ത് എ സ്ട്രോങ് പെയർ ഓഫ് ഗ്ലാസസ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പെയർ ഗ്ലാസ്സുകൾ ഞങ്ങൾ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് തരാം. ദെൻ ഹി പ്ലേസ്ഡ് ഹെർ ഇൻ ഫ്രണ്ട് ഓഫ് എ ബോർഡ് കവേർഡ് വിത്ത് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, ലാർജ് ആൻഡ് സ്മോൾ, ആൻഡ് ആസ്ക്ഡ് ഗ്രാനി ഇഫ് ഷീ കുഡ് മേക്ക് ദം ഔട്ട്. എന്നിട്ട് അവളെ ഒരു ബോർഡിൻ്റെ മുന്നിൽ നിർത്തിയിട്ടില്ലേ, ലെറ്റേഴ്സൊക്കെ ഉള്ള ബോർഡില്ലേ, ചെറിയ അക്ഷരങ്ങളും വലിയ അക്ഷരങ്ങളും ഹിന്ദി ഇംഗ്ലീഷൊക്കെ ലെറ്റേഴ്സ് ഉള്ള ബോർഡിൻ്റെ മുന്നിൽ ഇരുത്തിയിട്ട് അതൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറയുകയാണല്ലേ. നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്തവർക്കറിയാം കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു ബോർഡിൽ ലെറ്റേഴ്സൊക്കെ കാണിച്ചിട്ട് എത്രത്തോളം നമുക്ക് കാണുന്നുണ്ട്, കാഴ്ചയുണ്ടെന്നുണ്ട് അറിയാനുള്ള ചെക്കപ്പാണ്.
ഐ കാൺ ഈവൻ സീ ദി ബോർഡ് സെഡ് ഗ്രാനി. എനിക്കെന്താണ് ആ ബോർഡ് പോലും കാണാൻ സാധിക്കുന്നില്ല എന്ന് ഗ്രാനി പറയുകയാണ്. വെൽ ക്യാൻ യു സീ മീ ആസ്ക് ദി ഡോക്ടർ. ഓക്കെ, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. സം ഓഫ് യു സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി എന്ത് പറഞ്ഞു? കുറച്ചൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഐ വാണ്ട് യു ടു സീ ആൾ ഓഫ് മീ സെഡ് ദി ഡോക്ടർ. അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞു? എന്നെ മുഴുവനായിട്ട് കാണുകയാണ് എനിക്ക് വേണ്ടത്. ആൻഡ് ഹി ബാലൻസ്ഡ് എ വയർ ഫ്രെയിം ഓൺ ഗ്രാനീസ് നോസ് ആൻഡ് ബിഗൻ ട്രൈയിങ് ഔട്ട് ഡിഫറെൻറ്റ് ലെൻസസ്. അങ്ങനെ ഒരു വയർ ഫ്രെയിം ഗ്രാനിയുടെ മൂക്കിൽ വെച്ചിട്ട് എന്താണ് ഡിഫറെൻറ്റ് ലെൻസസ് ട്രൈ ചെയ്യാൻ തുടങ്ങി. കണ്ണിൽ ലെൻസ് ഇങ്ങനെ മാറ്റി മാറ്റി പവർ ഉള്ളത് വെക്കുന്നതിനനുസരിച്ച് നമുക്ക് കാഴ്ച കിട്ടും. അങ്ങനെ ഡിഫറെൻറ്റ് ലെൻസസ് വെക്കാൻ തുടങ്ങി. സഡൻലി ഗ്രാനി കുഡ് സീ മച്ച് ബെറ്റർ. ഷീ സോ ദി ബോർഡ് ആൻഡ് ദി ബിഗ്ഗസ്റ്റ് ലെറ്റേഴ്സ് ഓൺ ഇറ്റ്. പെട്ടെന്ന് എന്താണ് ഗ്രാനിക്ക് എന്താണ് കുറച്ചും കൂടി കൂടുതൽ കാണാൻ, മച്ച് ബെറ്റർ ആയിട്ട് കാണാൻ സാധിച്ചു. അങ്ങനെ ആ ബോർഡും അതിലുള്ള ബിഗ്ഗസ്റ്റ് ലെറ്റേഴ്സ്, വലിയ അക്ഷരങ്ങളും അവൾക്ക് കാണാൻ സാധിച്ചു. ക്യാൻ യു സീ മീ നൗ ആസ്ക് ദി ഡോക്ടർ. ഡോക്ടർ ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുന്നുണ്ടോ? മോസ്റ്റ് ഓഫ് യു സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി എന്ത് പറഞ്ഞു? ഒട്ടുമിക്ക ഭാഗങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ദെൻ ആഡഡ്, അതിനോട് കൂടെ എന്ത് കൂട്ടിച്ചേർത്തു? ബൈ വേ ഓഫ് ബീയിങ് ഹെൽപ്ഫുൾ ദെർസ് എ ക്വിറ്റ് എ ലോട്ട് ഓഫ് യു ടു സീ. ഇനിയും എന്താണ് കുറച്ച് ഭാഗങ്ങളൂടെയും കാണാനുണ്ട്. താങ്ക് യു സെഡ് ദി ഡോക്ടർ ആൻഡ് നൗ ടേൺ അറൗണ്ട് ആൻഡ് ടെൽ മീ ഇഫ് യു ക്യാൻ സീ യുവർ ഗ്രാൻഡ് സൺ. അല്ലേ, ഇപ്പോൾ നിങ്ങൾ എന്താണ് ചുറ്റും നോക്കിയിട്ട് നിങ്ങളുടെ ഗ്രാൻഡ് സൺ പേരക്കുട്ടിയെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. ഗ്രാനി ടേൺഡ്. ഗ്രാനി അങ്ങനെ തിരിഞ്ഞു നോക്കി. ആൻഡ് സോ മണി ക്ലിയർലി ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ മെനി ഇയേഴ്സ്. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം മണിയെ വളരെ ക്ലിയർ ആയിട്ട് ഗ്രാനി കണ്ടു. മണി, ഷീ എക്സ്ക്ലെയിംഡ് ക്ലാപ്പിംഗ് ഹെർ ഹാൻഡ്സ് വിത്ത് ജോയ്. മണി എന്ന് പറഞ്ഞിട്ട് ഷീ എന്താണ് അവളെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, ആക്രോശിക്കുകയാണല്ലേ. ക്ലാപ്പിംഗ് ഹെർ ഹാൻഡ്സ് വിത്ത് ജോയ്. ആ സന്തോഷത്തിൽ ഹാൻഡ്സൊക്കെ ക്ലാപ്പ് ചെയ്തുകൊണ്ട് അവൾ ആക്രോശിച്ചു. ഹൗ നൈസ് യു ലുക്ക്, വാട്ട് എ ഫൈൻ ബോയ് ഐ ഹാവ് ബോട്ട് അപ്പ്. എന്ത് സുന്ദരമാണ് നിന്നെ കാണാൻ, നല്ലൊരു കുട്ടിയെയാണ് ഞാൻ ഇത്രയും കാലം വളർത്തിയത്. ബട്ട് യു ഡു നീഡ് എ ഹെയർ കട്ട്. പക്ഷേ നിനക്കെന്താണ് ഒരു ഹെയർ കട്ട് ആവശ്യമാണ്. എൻ്റെ ഒരു വാഷ് ആവശ്യമാണ്. എൻ്റെ ബട്ടൺസ് ഓൺ യുവർ ഷർട്ട്. ഷർട്ടിന് എന്താണ് ബട്ടൺസ് വേണം. എൻ്റെ ന്യൂ പെയർ ഓഫ് ഷൂസ്, ഒരു പുതിയ പെയർ ഷൂസും വേണം. കം എലോങ് ടു ദി ബസാർ. എൻ്റെ കൂടെ ബസാറിലേക്ക് വരൂ. ഫസ്റ്റ് ഹാവ് യുവർ ന്യൂ ഗ്ലാസസ് മെയ്ഡ് സെഡ് മണി ലോഫിങ് ദെൻ വി വിൽ ഗോ ഷോപ്പിംഗ്. ആദ്യം നിങ്ങളുടെ കണ്ണട പുതിയത് വാങ്ങൂ എന്ന് ചിരിച്ചുകൊണ്ട് മണി പറയും. എന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. എ ഡേ ലേറ്റർ ദേ വേർ ഇൻ എ ബസ് അഗെയിൻ. ഒരു ദിവസത്തിന് ശേഷം അവരെന്താണ് വീണ്ടും ബസ്സിലെത്തി. ഗ്രാനി ഹാഡ് എ വിൻഡോ സീറ്റ് ആൻഡ് മണി സെറ്റ് ബിസൈഡ് ഹെർ. ഗ്രാനിക്ക് വിൻഡോ സീറ്റും മണി അതിൻ്റെ അടുത്തും ഇരുന്നു. ഈ ഹാഡ് എ ന്യൂ ഷൂ ആൻഡ് ഗ്രാനി ഹാഡ് എ ന്യൂ അംബർല. അവനെന്താണ് ഒരു പുതിയ ഷൂവും ഗ്രാനിക്ക് എന്താണ് പുതിയ അംബർലയും കിട്ടി. ആൻഡ് ദേ ഹാഡ് ആൾസോ ബോട്ട് എ തിക്ക് വൂളൻ ടിബറ്റൻ പുള്ളോവർ ഫോർ മണീസ് ഫാദർ. അല്ലെ, മണിയുടെ അച്ഛന് വേണ്ടിയിട്ട് അവരെന്ത് വാങ്ങി? തിക്കായിട്ടുള്ള വൂള് കൊണ്ടുണ്ടാക്കിയ ഒരു ടിബറ്റൻ പുള്ളോവർ, അല്ലേ, കമ്പിളി ഡ്രസ്സ് മണിയുടെ അച്ഛന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട്. ആൻഡ് സീഡ്സ് ആൻഡ് ബൾബ്സ് ആൻഡ് എ കൗബെൽ. അല്ലെ, ആദ്യം പറഞ്ഞ സീഡ്സും വിത്തുകളും ബൾബും പശുവിന് വേണ്ടിയിട്ടുള്ള ബെല്ലും എല്ലാം അവർ വാങ്ങിയിട്ടുണ്ട്. ആസ് ദി ബസ് മൂഡ് ഓഫ് ഗ്രാനി ലുക്ക്ഡ് ഈഗർലി ഔട്ട് ഓഫ് ദി വിൻഡോ. അങ്ങനെ ബസ് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ചലിക്കാൻ തുടങ്ങിയപ്പോൾ ഗ്രാനി എന്താണ് വിൻഡോയിലൂടെ നോക്കാൻ തുടങ്ങി. പെട്ടെന്ന് നോക്കി. ഷീ കുഡ് സീ മെനി തിങ്സ് ദാറ്റ് ഷീ ഹാവ് നോട്ട് സീൻ ഫോർ എ ലോങ് ടൈം. അല്ലെ, ഇത്രയും കാലം കാണാതിരുന്ന, ലോങ് ടൈമായിട്ട് കാണാതിരുന്ന പല കാര്യങ്ങളും അവൾക്ക് കാണാൻ കഴിഞ്ഞു. ഡിസ്റ്റൻറ്റ് വില്ലേജസ്, ദൂരെയുള്ള വില്ലേജസ്. പീപ്പിൾ വർക്കിംഗ് ഇൻ ദി ഫീൽഡ്സ്, പാടങ്ങളിൽ പണിയെടുക്കുന്ന ആളുകളെ. മിൽക്ക് മെൻ ഓൺ ദി റോഡ്, റോഡിലുള്ള പാൽക്കാരനെ. ടു ഡോഗ്സ് റഷിംഗ് എലോങ് ബിസൈഡ് ദി ബസ്, ബസ്സിൻ്റെ ഇടയിൽ റഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന, തിരക്ക് കൂട്ടുന്ന രണ്ട് നായികളെ. മങ്കീസ് ഇൻ ദി ട്രീസ്, മരത്തിലുള്ള കുരങ്ങന്മാരെ. ആൻഡ് മോസ്റ്റ് വണ്ടർഫുൾ ഓഫ് ആൾ എ റെയിൻബോ ഇൻ ദി സ്കൈ, അതിലേറ്റവും മനോഹരമായിട്ടുള്ള സ്കൈയിലുള്ള റെയിൻബോ വരെ അവൾക്ക് നല്ല മനോഹരമായിട്ട് കാണാൻ സാധിച്ചു. ഷീ കുഡ് നോട്ട് സീ പെർഫെക്റ്റ്ലി ഓഫ് കോഴ്സ് ബട്ട് ഷീ വാസ് വെരി പ്ലീസ്ഡ് വിത്ത് ദി ഇംപ്രൂവ്മെൻറ്റ്. അല്ലേ, എന്താണ് അവൾക്ക് പൂർണ്ണമായിട്ട് പെർഫെക്റ്റായിട്ട് ഫുള്ളും കാണാൻ സാധിക്കുന്നില്ല, അത് ശരിയാണ്. എന്നാലും അവളെന്താണ്, അവൾക്ക് ആദ്യമുള്ളതിൽ നിന്നും ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടാണ്, അല്ലേ, അതിനേക്കാൾ മെച്ചപ്പെട്ടിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. മണി വാച്ച്ഡ് ഫോർ എ ടൈം ആൻഡ് ലിസൺ ടു ഹെർ എക്സൈറ്റഡ് ചാറ്റർ. മണി എന്താണ് ഗ്രാനിയുടെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുണ്ടാവുന്ന ചാറ്റർ, ഇടപെടാതെ സംസാരിക്കുന്നത് എന്താണ് വളരെ ശ്രദ്ധാപൂർവ്വം ലിസൺ ചെയ്ത് വാച്ച് ചെയ്തു. ദെൻ ഹിസ് ഹെഡ് ബിഗൻ ടു നോഡ്. അങ്ങനെ അവൻ്റെ തലകൾ എന്താണ് ഇങ്ങനെ കുലുക്കാനും തുടങ്ങി. ഇറ്റ് ഡ്രോപ്പ്ഡ് അഗെയിൻസ്റ്റ് ഗ്രാനീസ് ഷോൾഡർ ആൻഡ് റിമൈൻ ദർ കംഫർട്ടബ്ലി സപ്പോർട്ടഡ്. അങ്ങനെ അവൻ്റെ തലകൾ എന്താണ് ഗ്രാനിയുടെ ഷോൾഡറിൽ ഡ്രോപ്പ് ചെയ്തു. ആൻഡ് അവിടെ നിന്നും നല്ല കംഫോർട്ടും സപ്പോർട്ടോടു കൂടി ഷോൾഡറിൽ കടന്നു. ദി ബസ് സ്വീവ്ഡ് ആൻഡ് ജോൾട്ടഡ് അലോങ് ദി വിൻഡിങ് മൗണ്ടെയിൻ റോഡ് ബട്ട് മണി വാസ് ഫാസ്റ്റ് അസ്ലീപ്. ബസ് എന്താണ് ഇങ്ങനെ തിരിയുകയും കുലുങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ റോഡിലൂടെ. പക്ഷേ മണി എന്താണ് ഇങ്ങനെ ഉറക്കത്തിലേക്ക് പോയി. ഒരു മുത്തശ്ശിയും പേരക്കുട്ടിയും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന ഒരു നല്ലൊരു കഥയാണിത്. കുറച്ച് പേർക്കെങ്കിലും മുത്തശ്ശിയൊക്കെ ഓർമ്മ വന്ന് കാണും. നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ഏതാണ് വേണ്ടത്, മാത്സിൻ്റെതൊക്കെ വേണമെങ്കിൽ അറിയിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ് മാത്സിൻ്റെത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.